ഇത് മോഹൻജിയാണ്. ഈ പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അറിവിനെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ അറിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് അറിവ്. എവിടെ നിന്നാണ് അറിവ് വരുന്നത്? അറിവ് അനുഭവങ്ങളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും മറ്റു ആളുകളിൽ നിന്നും ലഭിക്കുന്നു. അതുകൊണ്ട് ഏത് അറിവാണ് നിങ്ങൾക്ക് നല്ലത്? നിങ്ങൾ ഉറപ്പുവരുത്തിയ അറിവാണ് നിങ്ങൾക്ക് നല്ലത്. അതായത് അത് വെറും അനുമാനങ്ങൾ ആകരുത്. അനുമാനങ്ങൾ നിങ്ങൾക്ക് ഗുണകരമല്ല. കാരണം അവ യഥാർത്ഥമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരോ വിശ്വസിക്കുന്നവരോ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളത് അനുമാനിക്കുകയാണ്. എന്നാൽ നമ്മൾ വഴിതെറ്റിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എല്ലായ്പ്പോഴും അറിവിൻ്റെ ഉറവിടം കൃത്യമായി പരിശോധിക്കണം. അത് വളരെ പ്രധാനമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ധാരാളം വിവരങ്ങൾ ലഭ്യമാണ്. ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് വിവരങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻ്റർനെറ്റും ടെലിവിഷനും വിവരങ്ങൾ എത്തിക്കുന്നു. ഇതിൽ പലതും അത്ര നല്ല വിവരങ്ങളല്ല. എങ്കിലും ലഭ്യമായതുകൊണ്ട് നമ്മൾ അവ സ്വീകരിക്കുന്നു. നമ്മൾ ശേഖരിക്കുന്ന പല വിവരങ്ങളും നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തവയാണ്. അവ സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ അവ പ്രോസസ്സ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം, നമ്മുടെ മനസ്സ് വിവരങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞാൽ നമ്മൾ ജാഗ്രത പാലിക്കണം. മനസ്സ് വിവരങ്ങൾ കൊണ്ട് അലങ്കോലപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ വ്യക്തതയാണ്. ജീവിതത്തിൽ വ്യക്തതയുണ്ടാകാൻ നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങളും അറിവും ലളിതവും വ്യക്തവുമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ അവയ്ക്ക് കൃത്യമായ ഒരു ഇടം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ അറിവ് സ്വാംശീകരിച്ച് കൃത്യമായി ക്രമീകരിച്ചാൽ അത് ജീവിതത്തിന് നല്ലൊരു വഴികാട്ടിയാകും. മിസ്റ്റർ വാട്സൺ ഒരിക്കൽ ഷെർലക് ഹോംസിനോട് ഈ ചോദ്യം ചോദിച്ചു: താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര ബുദ്ധിശക്തി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഷെർലക് ഹോംസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ തലച്ചോറിൽ അനാവശ്യമായ ഒന്നുമില്ല. ഞാൻ ശേഖരിച്ച വിവരങ്ങൾ ഞാൻ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളപ്പോൾ അനായാസം അവ പുറത്തെടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എല്ലാത്തരം വിവരങ്ങളും തലയിൽ നിറച്ചിരിക്കുകയാണ്. ഫുട്ബോൾ സ്കോറുകൾ, ക്രിക്കറ്റ് മാച്ച് സ്കോറുകൾ, രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശങ്ങൾ തുടങ്ങി എല്ലാം. നിങ്ങളുടെ മനസ്സ് അലങ്കോലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ആവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയാത്തത്. ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. എല്ലാവരുടെയും തലച്ചോറിന് ഒരേ ശേഷിയാണുള്ളതെന്ന് മനസ്സിലാക്കുക. ആർക്കും കൂടുതലോ കുറവോ ഇല്ല. എന്നാൽ ആ ശേഷി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ അറിവ് എങ്ങനെ തലച്ചോറിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം നമ്മൾ ശേഖരിക്കുക, ആവശ്യമില്ലാത്തവയിലേക്ക് നോക്കുക പോലും ചെയ്യരുത്. സൗജന്യമായി ലഭിക്കുന്നതെല്ലാം നല്ല വിവരങ്ങളാകണമെന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്തവ ഉപേക്ഷിക്കുക. ആവശ്യമുള്ളത് മാത്രം ശേഖരിക്കുക. അവ ശരിയായ വിവരണമാണോ എന്ന് ഉറപ്പുവരുത്തി ശരിയായി സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവ ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ അറിവ് എന്നത് വളരെ പ്രധാനമാണ്. കൂടാതെ അറിവും അനുഭവവും ചേരുന്നതാണ് ജ്ഞാനം. അറിവിനെ പ്രായോഗികമായി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അത് യഥാർത്ഥമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. എല്ലാ വിവരങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ അവ യാഥാർത്ഥ്യത്തോടെ ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പലപ്പോഴും ബന്ധങ്ങളിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ബന്ധങ്ങൾ വഷളാകുന്നതോ ഒരേ ഒരു കാരണത്താലാണ്. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒന്നാമതായി, ഒരാൾ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കരുത്. അതിൻ്റെ പുറമോടി കണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കരുത്. കാരണം ആ വിവരം സത്യമാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അത് ഉറപ്പുവരുത്തണം. നിങ്ങളോട് ഈ കാര്യം പറഞ്ഞ വ്യക്തി അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞതാണോ? അവർക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അവർക്കത് ഉണ്ടായത്? ഏത് മാനസികാവസ്ഥയിലാണ് അവർ നിങ്ങളോട് പറയുന്ന ഈ അഭിപ്രായം രൂപീകരിച്ചിട്ടുള്ളത്? കാരണം പലപ്പോഴും കാണപ്പെടുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല യഥാർത്ഥം. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ ഒരു കാര്യത്തെ നോക്കുമ്പോൾ അത് നിങ്ങളിൽ ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തിയേക്കാം. അപ്പോൾ നിങ്ങൾ പറയും അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ
ആ അനുഭവം അത്തരത്തിലുള്ളതാണ് എന്ന്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടാകണമെന്നില്ല. കാരണം അത് തെറ്റായ വിവരമായിരിക്കാം. വിവിധ സാഹചര്യങ്ങളിലും കോടതി കേസുകളിലും ഇത്തരം തെറ്റായ വിവരങ്ങൾ സ്വാധീനം ചെലുത്തുകയും നിരപരാധികൾ തെറ്റായ കാര്യങ്ങളിൽ കുറ്റാരോപിതരാകുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ തെറ്റായ അഭിപ്രായങ്ങളും തെറ്റായ ധാരണകളും കാരണം ആളുകൾ വധിക്കപ്പെട്ടിട്ടുമുണ്ട്. എല്ലാവരും നിങ്ങളോട് പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. ചില വാർത്താ കവറേജുകളുടെയോ ടെലിവിഷൻ വാർത്തകളുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾ ചില രാഷ്ട്രീയക്കാരെക്കുറിച്ച് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നു. ആ ടെലിവിഷൻ ചാനലിന് പക്ഷപാതമില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകുമോ? നമ്മൾ അത് ഉറപ്പുവരുത്തണം. നമുക്ക് അതിൽ വ്യക്തത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം നമ്മൾ ഒരാളെ തെറ്റായി കുറ്റപ്പെടുത്തിയാൽ നമ്മുടെ സ്വഭാവശുദ്ധി നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ സ്വഭാവശുദ്ധി അവിടെ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു. പകരം നമ്മൾ എല്ലാത്തിനെയും നിഷ്പക്ഷമായി നോക്കണം. ഒരു വിവരം വിശകലനം ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കലും ഊഹിക്കരുത്. പകരം വസ്തുതകൾ ഉറപ്പുവരുത്തുക. അറിവ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് രാജ്യത്തെയും സംസ്ഥാനത്തെയും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ ജീവിതം നയിക്കാൻ അത് അത്യാവശ്യമാണ്. എന്നാൽ അത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ആവശ്യം വരുന്നതുവരെ അല്ലെങ്കിൽ അത് അത്യന്താപേക്ഷിതമാകുന്നതുവരെ നമ്മൾ അതിൽ ഇടപെടാറില്ല. ഒരു നടപടി എടുക്കുന്നതിനായി നിങ്ങൾ നിയമം അറിയേണ്ട ഒരു ഘട്ടത്തിൽ എത്തിയാൽ നമ്മൾ ആ നിയമം ഉൾക്കൊള്ളുകയും അതുപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ നിയമത്തെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കതിലൊരു അധികാരമുണ്ട്. അത് ആധികാരികമാണ്. കാരണം നിങ്ങൾ ആ നിയമം മനസ്സിലാക്കുകയും അത് ശരിയായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തിന് വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് സ്വഭാവശുദ്ധി സ്ഥിരമായി നിലനിൽക്കുന്നതിന് ആധികാരികത വളരെ പ്രധാനമാണ്. ആധികാരികത ലഭിക്കണമെങ്കിൽ ഒരു കാര്യം അനുഭവവേദ്യമാകണം. നിങ്ങളത് അനുഭവിച്ചറിഞ്ഞിരിക്കണം. അപ്രകാരം വിശകലനം ചെയ്യപ്പെട്ട വിവരങ്ങൾ ചിന്തകളായി മാറുന്നു. അനുഭവപ്പെട്ട ചിന്തകൾ ജ്ഞാനമായി മാറുന്നു. ആ ജ്ഞാനം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ അത് ആധികാരികമായിരിക്കണം. കാരണം നിങ്ങളത് യഥാർത്ഥത്തിൽ അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്കത് വളരെ വ്യക്തതയോടെ പറയാൻ കഴിയും. ഈ ചിന്ത ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങളുടെ സമയമെടുത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.